916 കോക്കോ ബ്രാൻഡ് വെളിച്ചെണ്ണയിൽ മായം തെളിയിച്ചാൽ 100 പവൻ സ്വർണം സമ്മാനം നൽകുമെന്നാണ് മാനേജ്മെന്റ് വാഗ്ദാനം നൽകുന്നത്. കൊപ്രയിൽ സൾഫറും സൾഫാസും അടക്കമുള്ള രാസവിഷം കലരാനുള്ള സാധ്യതയുള്ളതിനാൽ വിപണിയിൽ ലഭിക്കുന്ന കൊപ്ര പൂർണ്ണമായും ഒഴിവാക്കുകയാണ് 916 കോക്കോ ബ്രാൻഡ് മാനേജ്മെന്റ്. നേരിട്ട് സംഭരിച്ച് സ്വന്തം യാർഡിൽ കൊപ്രയാക്കി ഉൽപ്പാദിപ്പിച്ച് 916 കോക്കോ ബ്രാൻഡ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സാൻഡി അഗസ്റ്റിൻ നമ്മോടൊപ്പം ചേരുന്നു. നമ്മൾ ഈ ഫാക്ടറിയിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ കൊപ്രയൊക്കെ കാണുമ്പോഴേ ഒന്ന് മലയാളികളാണ് ഇങ്ങനെ ഒരു സംവിധാനം പാരമ്പര്യമായി കോട്ടയത്ത് തുടങ്ങിയ ഒരു വ്യവസായ സ്ഥാപനം അത് ഏറെക്കാലത്തെ ഒരു പരിചയ സമ്പത്തിന് ശേഷം ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് മാറാനുള്ള കാരണം, കോയമ്പത്തൂരിലേക്ക് മാറാനുള്ള കാരണം എന്താണ്? നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിൽ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉൽപ്പാദന ചെലവ് കുറയ്ക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അതായത് വിപണിയിലെ വെല്ലുവിളിയെ അതിജീവിക്കണമെങ്കിൽ നമുക്കത് ചെയ്തേ പറ്റൂ. അതായത് കേരളത്തിലെ തേങ്ങ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ മുഴുവൻ തേങ്ങ തന്നെ കൊപ്ര ആക്കേണ്ട മുഴുവൻ തേങ്ങയും ഈ തമിഴ്നാട്ടിലേക്കാണ് വരുന്നത്. കാരണം ഉൽപ്പാദന ചെലവ് ഇവിടെയാണ് കുറവ്. കാരണം അവിടെ എവിടെ വെട്ടുന്നതിലും ലാഭകരമായി ഈ കൊപ്ര ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സ്ഥലം ഈ പ്രകൃതിയുടെ ഇത് തന്നെ ജൈവയിൽ നിത്യേന ലഭിക്കുന്ന സൂര്യപ്രകാശം തന്നെ അതിൻ്റെ മെയിൻ കാരണം. ഏറ്റവും നന്നായി വെയിലുണ്ടാവും. അതുകൊണ്ട് ചിലവ് കുറഞ്ഞു, കൂലി കുറഞ്ഞു, കുട്ടി ചട്ടയെന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഇത്രയും കാരണം കൊണ്ട് മുഴുവൻ സർക്കാർ രേഖകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും തേങ്ങ അങ്ങോട്ട് പോകുന്നു, കൊപ്ര തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന തേങ്ങ അതിൻ്റെ കൊപ്ര തന്നെയാണോ കൂടുതലായും നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കുന്നത്? നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കുന്ന ഞങ്ങൾ മലബാറിലെ കൃഷിക്കാരിൽ നിന്നും ഇടനിലക്കാരില്ലാതെ തേങ്ങ നേരിട്ട് സംഭരിച്ച്, നിങ്ങൾ കണ്ടില്ല ഈ യാർഡിൽ തന്നെ തേങ്ങ വെട്ടി കൊപ്രയാക്കി 916 വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തേങ്ങയില്ല, കേരളത്തിൻ്റെ തേങ്ങ മാത്രം. നമുക്ക് കണ്ണൂർ തന്നെ ഞങ്ങൾക്ക് തന്നെ വിപണന കേന്ദ്രങ്ങളുണ്ട് തേങ്ങ സംഭരിക്കാൻ. അവിടെ നിന്നാണ് തേങ്ങ സംഭരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന കൊപ്രയിലെ ഈ സൾഫർ, സൾഫാസ് തുടങ്ങിയ രാസവസ്തുക്കൾ കലരാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ തേങ്ങ വെട്ടുമ്പോൾ തന്നെ ഈ രാസവശങ്ങൾ ചേർത്താൽ തേങ്ങയോ കൊപ്രയോ പിന്നെ കേടാകിയല്ല. ഏത് മഴക്കാലത്ത് പോലും ദീർഘകാലം കൊപ്ര കേടാകാതിരിക്കും. ഈ വ്യവസായ അടിസ്ഥാനത്തിൽ തേങ്ങ വെട്ടുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള രീതി സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സംവിധാനങ്ങളെല്ലാം മാറ്റിമറിച്ച് സംഭരണം, ഉൽപ്പാദനം, വിതരണം എന്നിവ നേരിട്ട് തന്നെ ഞങ്ങൾ നടത്തുന്നത്. ഒരു കാരണവശാലും ഞങ്ങളുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഒരു കറപ്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കി ഈ സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന പ്രധാനപ്പെട്ട വെളിച്ചെണ്ണകളെ ഭൂരിഭാഗം വെളിച്ചെണ്ണകൾ ഈ പറഞ്ഞ മായമില്ല, കെമിക്കൽ ഉപയോഗിക്കുന്നില്ല എന്ന് പരസ്യമുണ്ട്. പക്ഷേ ഇവരൊക്കെ ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വെളിച്ചെണ്ണയാൽ പോലും വരുന്നത് ഈ കോയമ്പത്തൂരിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്ര എത്തി അത് കേരളത്തിൽ നിന്നും വെളിച്ചെണ്ണയാക്കി മാറ്റുന്ന രീതിയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം വരുന്നു. അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാകുന്നു, 916 ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ വലിയച്ഛനായിട്ട് തുടങ്ങിയൊരു ബിസിനസ്സായത്. അപ്പോൾ അദ്ദേഹം തൊട്ടേ ഞങ്ങൾക്ക് ഒരു അത്ര വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു ബിസിനസ്സാണ്. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും എന്തെങ്കിലും ഒരു വേറിട്ടൊരു നല്ലത് കൊടുക്കണം എന്ന ചിന്ത, നല്ലത് ചെയ്യുക. എന്തെങ്കിലും ഇങ്ങനെ ചെയ്താലേ നല്ലത് കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നുവെച്ചാൽ നല്ലൊരു കൊപ്ര കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ നല്ലൊരു കൊപ്ര കിട്ടുള്ളൂ. വിപണിയിൽ നിന്ന് വാങ്ങിയാൽ കുഴപ്പമാണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു വേറിട്ട് ഞങ്ങൾ ചിന്തിക്കേണ്ടി വന്നത്. പൊതുവേ നമ്മൾ മാർക്കറ്റിൽ ലഭിക്കുന്ന അത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രൊഡക്റ്റ് ആയാൽ പോലും ഏറ്റവും നല്ല വെളിച്ചെണ്ണ എന്ന് തന്നെയാണ് കരുതാറുള്ളത്. പക്ഷേ മാർക്കറ്റിൽ ലഭിക്കുന്ന കൊപ്ര ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വെളിച്ചെണ്ണകളെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഈ 916 കോക്കനട്ട് ഓയിലിൻ്റെ ഫാക്ടറി സന്ദർശിച്ച് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കേണ്ടി വരും. കാരണം കേരളത്തിൽ നിന്ന് അടക്കം എത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ഈ കൊപ്ര, ആ തേങ്ങ അത് കൊപ്രയായി മാറുമ്പോൾ അത് കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടി അതിൽ കൃത്യമായി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് രാസവസ്തുക്കൾ കലർത്താതെ കൊപ്രയിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് 916 കോക്കനട്ട് ഓയിലിൻ്റെ പ്രത്യേകതയും. നന്മയാണ് അതിൽ ലാഭത്തിനപ്പുറത്തേക്ക് ഒരു നന്മ, ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു വെളിച്ചെണ്ണ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ 916ൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉള്ളതെന്ന് ഈ ഫാക്ടറി സന്ദർശിക്കുമ്പോൾ മനസ്സിലാകുന്നു. ഈ ഒരു സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിച്ചേ മതിയാകും.